ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലേവർ ടൈൽ. ഇന്ന് നമ്മളൊരു ചെറിയ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ. ചിക്കൻ ബിരിയാണി ഇന്ന് ഈസ്റ്ററാണ്, പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമല്ല. എന്നിരുന്നാലും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മളിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണ്. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസില്ലാത്തത് തന്നെയാണ് ഒരു പ്രത്യേകത. യുദ്ധത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എല്ലാ ഗ്രാമങ്ങളിലും എത്തി നമ്മളെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുറ്റി ഗ്യാസ് നമ്മളെ കയ്യിലുള്ളത് ഇനി കിട്ടണമെങ്കിൽ ഒരു മാസം കഴിയും. അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കണം. അപ്പോൾ പുകയില്ലാത്ത അടുപ്പാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അതുപോലെ എല്ലാ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നമ്മൾ ചതച്ചിട്ട് അത് വഴറ്റിയതിന് ശേഷം മസാലയിട്ട് ഇതേ ഉള്ളി ഒന്ന് വാടിയതിന് ശേഷമാണ് അതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തക്കാളി 3 തക്കാളി ഇട്ടിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് ചേർന്നതിന് ശേഷം എന്താ ചിക്കൻ ഇട്ട് വരട്ടി നമ്മൾ സാധാ ഉണ്ടാക്കിയ നമ്മുടെ റെസിപ്പി പോലെ തന്നെ കൂടുതൽ വിശദമായിട്ട് നമ്മുടെ ചാനലിലുണ്ട്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും കാണുക. ആ ചെറിയ ഒരു തീയിലാണ് അവിടെ വെന്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അല്പം ഗ്യാസ് നമ്മൾ ഉപയോഗിച്ചത് അരി ഇവിടെ വേവിക്കുന്നു കേട്ടോ. നമ്മൾ 1 കിലോ റൈസിനാണ് എടുത്തിരിക്കുന്നത്, അത്ര തന്നെ ചിക്കനുള്ളൂ. ചിക്കൻ ചെറുതായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. കൈമ റൈസിന് വേണ്ട വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ദം ചെയ്യണം. അപ്പോൾ 1.5 പാത്രം നമ്മൾ വെള്ളം, അരിയുടെ 1.5 ഭാഗമാണ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ റൈസ് വെള്ളം. അപ്പോൾ റൈസൊക്കെ കഴുകി വെള്ളം വാർത്ത് വെച്ചു. നമ്മൾ റൈസ് ഇട്ടു. അതിൽ അല്പം ഉപ്പും ഗരം മസാലയും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സാധാ റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ. നമ്മുടെ ചിക്കൻ പാകമായിട്ട് ആ ചിക്കൻ പാകയിൽ നമ്മൾ അല്പം തേങ്ങ അരച്ചേർത്തു. ഇത് മാത്രമാണ് നമുക്കൊരു പ്രത്യേകത കേട്ടോ. അപ്പോൾ ഒരു നാടൻ സ്റ്റൈലിലുള്ള തീയിൽ നമ്മൾ ഉണ്ടാക്കിയ, അതായത് തീയിലല്ല, എന്താ വിറകടുപ്പിലുണ്ടാക്കിയ ബിരിയാണി. ഇപ്പോൾ ഈസ്റ്റർ സ്പെഷ്യൽ എന്ന് പറയാവുന്നത് നമുക്ക് വിറകടുപ്പിലാണ്. സാഹചര്യം അങ്ങനെയാണ്, അതുകൊണ്ട് നമ്മൾ വിറകടുപ്പിലുണ്ടാക്കി. അല്ലെങ്കിൽ നല്ലതാണ്. പ്രത്യേകിച്ച് സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയാവുന്നതൊന്നുമില്ല കേട്ടോ. സാധാ ചിലവർ പറയും വിറകടുപ്പിലുണ്ടാക്കിയ പ്രത്യേക ടേസ്റ്റ്, അങ്ങനെയൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ റൈസ് ദം ചെയ്ത് എടുത്തിട്ടു. ഇനി ഒരിക്കൽ കൂടി ദമ്മിടാനായിട്ട് ചിക്കൻ മസാലയുടെ മേലെ നമ്മുടെ കൈമ റൈസ് വെന്തത്, അതായത് 80% വെന്തു, അത് ഇട്ട് നമ്മൾ മല്ലിയിലയും പുതിനയിലയും അതിന് നെയ്യും അല്പം ഗരം മസാല ഇട്ട് ഇത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേ തുറന്ന് നോക്കുകയാണ് കേട്ടോ. ആ തുറന്ന് നോക്കുന്ന സമയത്ത് ഏതാ ഉള്ളിൽ നല്ല സോഫ്റ്റ് റൈസായിട്ട് നല്ല സ്മെല്ല് കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. ഇതുപോലത്തെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്, കാണുക. അപ്പോൾ ഗ്യാസ് തീർന്നിട്ട് മാത്രം നിങ്ങൾ പരീക്ഷിച്ചാൽ മതി കേട്ടോ. അല്ല, ഗ്യാസ് പ്രതിസന്ധി തീർന്നതിന് ശേഷം മാത്രം പരീക്ഷിച്ചാൽ മതി. അതായിരിക്കും നല്ലത്. അല്ല, നമ്മൾ ഇതുപോലെ അടുപ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ പ്രതിസന്ധി തീരും, യുദ്ധം തീരും. എല്ലാവർക്കും നല്ല സമാധാനം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. താങ്ക് യു. എൻജോയ് ദ ലൈഫ്. ബൈ. സജീസ് ഫ്ലേവർ ടൈൽ.